ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. മുന്നണികൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളിലും UDF-ലാകട്ടെ ലീഗുമായുള്ള തർക്കം അതേതാണ്ട് വെടിനിർത്തലിൽ കലാശിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെയൊക്കെ വലിയ ആകാംക്ഷയായിരുന്നു ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ. ഒടുവിൽ രാജ്യസഭാ സീറ്റ് അടിയറ വെച്ചുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയം പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് അല്പം പുറകോട്ടാണ് ലീഗ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മറുവശത്ത് LDF-ലാകട്ടെ കളം നിറഞ്ഞാണ് LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനകം വന്നു കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാത്രം കാത്തിരിക്കുകയാണ് അണികൾ പ്രചരണം തുടങ്ങാനായി. പക്ഷേ അപ്പോഴും സ്ഥാനാർത്ഥികൾ ആര് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു വ്യക്തത വന്നു കഴിഞ്ഞു. BJP-യിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കുന്നു. അല്പം സമയത്തിന് ശേഷം 2020-യുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. അത് 50,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും ചാലക്കുടിയിലെ 2020 സ്ഥാനാർത്ഥിക്ക് BJP പിന്തുണ നൽകുമെന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നോ നാളെയോ ആയി ഏതാണ്ട് 10ഓളം സ്ഥാനാർത്ഥികളെ, പ്രധാന മണ്ഡലങ്ങളിലെ 10ഓളം സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിക്കും എന്നുള്ള സൂചനകളുണ്ട്. സുരേന്ദ്രൻ ഡൽഹിയിലാണ്. ചർച്ചകൾ തകൃതിയായി നടക്കുന്നു. അങ്ങനെ പൊതുവെ കളം നിറഞ്ഞുള്ള കളികൾ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പക്ഷെ അപ്പോഴും ഈ ആദ്യഘട്ടത്തിൽ ആരാണ് മുന്നിൽ, ആർക്കൊക്കെയാണ് മേധാവിത്വം? കഴിഞ്ഞ തവണ UDF നേടിയ അമ്പരപ്പിക്കുന്ന വിജയം ആവർത്തിക്കാൻ അവർക്കാകുമോ? കരുത്തരെ കളത്തിലിറക്കി പടപൊരുതാൻ തുടങ്ങുന്ന LDF-ന് സീറ്റെണ്ണം വർദ്ധിപ്പിക്കാനാകുമോ? BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ വെന്നിക്കൊടി പാറിക്കാനാകുമോ? അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശ്രീ ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് BJP നേതാവ്, ശ്രീ M. ജയചന്ദ്രൻ ഇടതു നിരീക്ഷകൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ വസന്ത്, അല്പം മുമ്പാണ് നമുക്ക് ഈ കോൺഗ്രസിന് UDF-ന് ആശ്വാസകരമായ ചില തീരുമാനങ്ങൾ, അതായത് ഇന്നലത്തെ ആ കടുംപിടുത്തത്തിൽ നിന്ന് ലീഗ് അല്പം പുറകോട്ട് പോയി. അത് രാജ്യസഭാ സീറ്റ് കൊടുത്തുകൊണ്ടുള്ള നീക്കം തന്നെയാണ് എന്നത് വ്യക്തമാകുന്നുണ്ട്. സുധാകരൻ അത് പറയുകയും ചെയ്തു. പക്ഷേ കുറച്ചൊന്ന് കാത്തിരിക്കേണ്ടി വന്നു കോൺഗ്രസിന്. അല്പം ഒന്ന് ഈ പറഞ്ഞതുപോലെ അമ്പരക്കേണ്ടി വന്നു കോൺഗ്രസിന്. കാരണം നേരത്തെയുള്ള വാശി പോലെ ആയിരുന്നില്ല. കാര്യമായി തന്നെ ലീഗ് ആഞ്ഞു പിടിച്ചിരുന്ന നേതാക്കൾ തുടർച്ചയായി മാധ്യമങ്ങളോട് പറയുകയാണ് മൂന്നാം സീറ്റ് കിട്ടിയേ തീരുവെന്ന്. ലീഗ് ഒന്നുകൂടി ഒന്ന് കടുംപിടുത്തം പിടിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. ഒരിക്കലുമല്ലോ ശ്രീ രഞ്ജിത്ത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിലെ തന്നെ പ്രബലമായ രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. സ്വാഭാവികമായും അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ട് രണ്ട് പാർട്ടികൾക്കും. അപ്പൊ അത് ചർച്ച ചെയ്യപ്പെടും, അത് പരസ്പരം ആശയവിനിമയം നടക്കും. അങ്ങനെ നടക്കുകയും അതിന്റെ പുറത്ത് ഒടുക്കം ജനഹിതമായ ജനാധിപത്യത്തിന് കൂടുതൽ മനോഹാരിത നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തും. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. UDF-ന്റെ മുന്നണി സംവിധാനം LDF-നെ പോലെ CPI-ക്ക് മേൽ വല്യച്ഛൻ നയം നടത്തുന്ന CPM-ന്റെ നയമല്ല. ഞങ്ങൾ വളരെ ഇൻക്ലൂസീവായ ഒരു അലയൻസ്, അതാണ് എല്ലാ കാലത്തും UDF ഉണ്ടായിരുന്നത്. 70-കൾക്ക് ശേഷം ഇങ്ങോട്ടെന്നും ആ ഒരു ഇൻക്ലൂസീവ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി ചിലപ്പോൾ നീണ്ടുപോകും, തീരുമാനം അല്പം വൈകി എന്നൊക്കെ വരും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും പിടിക്കുക എന്നതിൽ കുറഞ്ഞൊന്നും UDF ചിന്തിക്കുന്നില്ല. ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകൺവെൻസ് വളരെ കൃത്യമായി അത് അതിന്റെ പീക്കിൽ തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ലീഗിന്റെ സീറ്റിൽ, ലീഗ് മത്സരിക്കുന്ന സീറ്റിൽ അതിന് മാറ്റം ഉണ്ടാവുന്നില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന കോട്ടയത്ത് അതിന് മാറ്റം ഉണ്ടാവുന്നില്ല. കോൺഗ്രസ് മത്സരിക്കുന്ന പത്തനംതിട്ടയും തൃശ്ശൂരും അടക്കമുള്ള സീറ്റുകളിൽ അതിന് മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പൊ ആ ഒരു ആന്റി ഇൻകൺവെൻസി വളരെ കൃത്യമായി പ്രതിഫലിക്കപ്പെടും. പക്ഷെ അപ്പോഴും കുറച്ച് ദിവസം കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തി വസന്ത് ലീഗ് വിട്ടുകൊടുക്കേണ്ടി വന്നത് കോൺഗ്രസിന് ലഭിക്കാവുന്ന ഒരു രാജ്യസഭാ സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താണ്? രാജ്യസഭയിൽ 2 സീറ്റ് ലീഗിനും 1 സീറ്റ് കോൺഗ്രസിനും കേരളത്തിൽ നിന്ന്. അങ്ങനെ തീരുമാനം ഉണ്ടായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ പ്രസിഡന്റാണ് പറഞ്ഞത്, നിങ്ങളുടെ KPCC അധ്യക്ഷനാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് രാജ്യസഭാ സീറ്റ് നൽകുമെന്ന്. ഇല്ലെന്നേ, അതൊക്കെ രാജ്യസഭാ സീറ്റിന്റെ ഇലക്ഷന്റെ സമയമാവട്ടെ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ ജോസ് കെ മാണി എവിടേക്ക് ചെന്നപ്പോ അവർക്ക് വെച്ചു കൊടുക്കേണ്ടി വന്നില്ലേ രാജ്യസഭാ സീറ്റ്? അപ്പൊ ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ജോസ് കെ മാണി ഏതെങ്കിലും ഒരു പോസ്റ്റ് വളരെ കൃത്യമായി 5 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടോ? ലോക്സഭയെ പൂർത്തിയാക്കിയിട്ടുണ്ടോ? രാജ്യസഭയെ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഇപ്പോഴാണ് അത് പൂർത്തിയാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.
നിയമസഭയെ പൂർത്തിയാക്കട്ടെ. പോട്ടെ, പഞ്ചായത്ത് മെമ്പറായിട്ട് ഇരുന്നിട്ടെങ്കിലും, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും പാലായിൽ ഏതെങ്കിലും റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ മെമ്പറായിട്ട് ഇരുന്നിട്ടെങ്കിലും കാലാവധി പൂർത്തിയാക്കി ജോസ് കെ മാണി ഇറങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല. ആ ജോസ് കെ മാണി അവരുടെ മുന്നണിയിലേക്ക് ചെന്നപ്പോ അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ടതായി വന്നില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊരു മുന്നണി രാഷ്ട്രീയമാണ്. സ്വാഭാവികമായും അതിൻ്റെതായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവും അത് ആ സമയത്ത്. പക്ഷെ ഞാൻ പറയുന്നത് വളരെ കൃത്യമായ ഒരു ആന്റി ഇൻകൺവൻസി, സപ്ലൈകോയിൽ സാധനമില്ലാത്തത്, ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കരണ്ട് മുതൽ വെള്ളം വഴി അരി മുതൽ പയർ വഴി ഉള്ള എല്ലാ സാധനങ്ങൾക്കും ഈ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കുന്ന വില, ഇതൊക്കെ വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ലോക്സഭാ സീറ്റിലും സമാനമാണ്. ഒരിടത്തും വ്യത്യാസമില്ല. അപ്പൊ അതൊക്കെ കോൺഗ്രസിന് അനുകൂലമായ ഒരു വോട്ട് ബാങ്കായി മാറും. അത് ഈ ആന്റി ഇൻകൺവൻസി വോട്ട് ബാങ്ക്, പുതിയൊരു പദം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവും. സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം അതൊരു വോട്ട് ബാങ്കായി കൃത്യമായി, അതിൽ ജാതിയില്ലാതെ മതമില്ലാതെ രാഷ്ട്രീയ ചിന്തകളില്ലാതെ CPM-കാർ പോലും ഈ പ്രാവശ്യം കോൺഗ്രസ് കാൻഡിഡേറ്റിന് കേരളത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി 20 സീറ്റും പിടിച്ച് കോൺഗ്രസ് കാൻഡിഡേറ്റുകൾ, UDF-ന്റെ സ്ഥാനാർത്ഥികൾ, ജോസഫ് ഗ്രൂപ്പിന്റെ, ലീഗിന്റെ ഒക്കെ സ്ഥാനാർത്ഥികൾ പാർലമെന്റിലേക്ക് ശരി, അതാണ് വസന്തിന്റെ ആത്മവിശ്വാസം. 20 20 അടിക്കുമെന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ട്. സുധാകരൻ അടക്കം പറയുന്നുണ്ട്. സതീഷിനും ആത്മവിശ്വാസത്തിലാണ്. ശ്രീ ജയചന്ദ്രൻ, ഈ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ലീഗിന്റെ വിഷയവും നമ്മൾ സംസാരിച്ചിരുന്നു. അത് വലിയ ഒരു വിഷയമായി മാറുമെന്നാണ് എല്ലാവരും നിരീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ വരുമ്പോൾ മല പോലെ വന്നത് എലി പോലെ പോയി എന്നു കരുതാമോ? കാരണം ലീഗ് വഴങ്ങിയിരിക്കുന്നു. രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നുവെങ്കിൽ പോലും വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്ന് കാര്യങ്ങൾ ഒഴിവായത് UDF-ന് ആശ്വാസകരമല്ലേ? അല്ല, ഇത് രഞ്ജിത്ത് എന്ന് ഇങ്ങനെയാണല്ലോ UDF-ല് ഈ സീറ്റ് ഷെയറിങ്ങിന്റെ പ്രശ്നം വരുമ്പോ, അല്ലെങ്കിൽ സീറ്റുകൾ സംബന്ധിച്ച് ഡിസ്കഷൻ വരുമ്പോഴൊക്കെയും ഇത്തരത്തിലുള്ള പ്രഷർ ടാക്ടിക്സ് നമ്മൾ പതിവായി കാണുന്നതാണ്. ഏതാണ്ട് എല്ലാ ഇലക്ഷനിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, അതിനൊന്നും ഒരു പുതുമയില്ല. അങ്ങനെയൊന്നും ലീഗിന് ഏകപക്ഷീയമായി വിട്ടുകൊടുക്കേണ്ട ആവശ്യവും വരില്ല. കാരണം മറ്റൊരു ബർത്ത് അവിടെ ഉണ്ട്. ആ ബർത്ത് കണ്ടിട്ട് തന്നെയാണ് പനി കൂടുന്നത്. അപ്പോൾ അങ്ങനെ പനിക്കണ്ട എന്ന് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നോക്കിയെങ്കിലും അത് അടങ്ങിയില്ല. അവസാനം ഇത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ ഒന്ന് ലീഗിന് എന്ന ധാരണയിലെത്തി. അതിന് തീരുമാനമാക്കേണ്ട കാര്യമേ ഉള്ളൂ. ആ ധാരണയിലെത്തി തന്നെയാണല്ലോ PCC പ്രസിഡന്റ് പറയുമ്പോൾ നമുക്കത് വ്യക്തമായും ബോധ്യപ്പെടുന്നത്. അതത്രേ ഉള്ളൂ കാര്യം. ലീഗിനെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ അണികളെ അല്ല ബോധ്യപ്പെടുത്താൻ, തൃപ്തിപ്പെടുത്താൻ ആവശ്യമുള്ളതേ. അവർക്ക് ആവശ്യമുള്ള നേതാക്കളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ളതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യത്തിന്റെ പുറത്താണ് ഇത്തരം സീറ്റ് വാദങ്ങൾ വരുന്നത്. സ്വാഭാവികമായും ഏത് ലീഗ് നേതാവിനും മനസ്സിൽ തോന്നുന്ന വികാരം ഇത് തന്നെ ആവുകയും ചെയ്യും. 15 സീറ്റുള്ള MLA-മാരുള്ള ലീഗിന് 2 സീറ്റ്, 2 MLA-മാർ മാത്രമുള്ള ജോസഫ് ഗ്രൂപ്പിന് 1 ലോക്സഭാ സീറ്റ്. അപ്പൊ തങ്ങൾക്ക് സ്വാഭാവികമായി അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ K. മുരളീധരൻ മുതലുള്ള നേതാക്കളെല്ലാം പറയുന്നത് അവകാശമുണ്ടെന്ന്. അതിരിക്കട്ടെ, അത് അങ്ങനെ അവര് തീർക്കുന്നത് നല്ല കാര്യം. UDF-ന്റെ സഖ്യകക്ഷിയായിട്ട് തന്നെയാണ് ലീഗ് പോവുക എന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇന്നും അതിൽ മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ലല്ലോ. ലീഗ് അങ്ങനെ തന്നെയാണ് പോവുക. പക്ഷെ ലീഗ് അണികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ EP ജയരാജൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു, തുടർച്ചയായി ലീഗിനെ ന്യായീകരിക്കുകയാണ്. അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുകയാണ്. ഒരുപക്ഷെ ലീഗ് ഒന്ന് സമ്മതം മൂളിയിരുന്നുവെങ്കിൽ ഇന്ന് ഇടതുപാളയത്തിൽ ഇരുന്നേനെ അതിനുള്ള സാധ്യതയുണ്ട്. താങ്കൾ പറയുന്നത്, ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞത് അങ്ങനെ ഒരു സാധ്യത മുന്നിലില്ല എന്നുള്ളതാണ്. പക്ഷേ തുടർച്ചയായി ലീഗിനെ പ്രശംസിക്കുന്നവർ, എന്തുകൊണ്ട് ലീഗ് ഇപ്പോൾ ഇടതുമുന്നണിക്ക് കൂടി പ്രിയപ്പെട്ടവരാണ്, വർഗീയ കക്ഷിയാണ് ലീഗ്, നേരത്തെ പറഞ്ഞ പല വാദങ്ങളിൽ നിന്ന് മാറിയ പശ്ചാത്തലമുണ്ട് ഇവിടെ. അതാണ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. രഞ്ജിത്ത്, ഞാൻ അങ്ങനെയല്ല കാണുന്നത് കേട്ടോ. രഞ്ജിത്ത്, ഞാൻ താങ്കൾ പറഞ്ഞതിനോട് എനിക്കത് മനസ്സിലായി. ഞാൻ പക്ഷെ അതിനെ അങ്ങനെ കാണുന്ന ആളല്ല. അത് നിന്ദാസ്തുതിയായി കാണുന്നതാണ്. EP പറഞ്ഞ വാക്ക് നിന്ദാസ്തുതിയായി തന്നെ കാണുന്ന ആളാണ് ഞാൻ. അത് അങ്ങനെയെല്ലാം അദ്ദേഹം പറഞ്ഞാലും താങ്കൾ വ്യാഖ്യാനിച്ചാൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ലീഗിനെ അല്ല LDF-ന് വേണ്ടത്, ലീഗ് അണികളെയാണ്, ലീഗ് അണികളുടെ വോട്ടാണ്. അത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോ ലീഗിനെ ഞങ്ങൾ തള്ളുന്നില്ല, ലീഗിനെ സ്വല്പം പുകഴ്ത്തി പറയും, ഇതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ലീഗിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല LDF-ന്. അതിന് മറ്റൊരുപാട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേക്കൊന്നും ചർച്ച പോകേണ്ട കാര്യമില്ല, അതിന് അതിലേക്ക് പോകുന്നില്ല. അവർക്ക് വേണ്ടത് ലീഗിന്റെ വോട്ടാണ്, ലീഗ് അണികളുടെ സാഹചര്യമാണ് ശ്രീ ജയചന്ദ്രൻ ഇന്നുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ സമര പരമ്പരകൾ നടത്തിയ KM മാണിയുടെ പാർട്ടിയെ ഉൾക്കൊണ്ട മുന്നണിയാണ് LDF. അപ്പോൾ ലീഗിനെ എന്തുകൊണ്ട് ഉൾക്കൊണ്ടുകൂടാ? ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ആ സംവിധാനത്തിൽ ഉണ്ടായെന്ന് നമുക്കറിയാമല്ലോ.
അല്ല, അങ്ങനെയല്ല. അതിനകത്ത് വലിയ വലിയ രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ ഒരുപാട് സംഭവിക്കും രഞ്ജിത്തെ. അങ്ങനെ ഉണ്ടായാൽ കേരള രാഷ്ട്രീയത്തിൽ പൊടുന്നതിന് അത്ര ഒരു മാറ്റം സംഭവ്യമല്ല എന്നുള്ളതിന്റെ അടിത്തറയായി നിൽക്കുന്നത് ലീഗ് അങ്ങനെ ഇടത് പാളയത്തിലേക്ക് LDF-ലേക്ക് ചേക്കേറിയാൽ ഉണ്ടാവുന്നത് BJPക്ക് എംപവർമെന്റ് ഉണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ. അതാണ് കാണേണ്ട ഒരു വസ്തുത. അത് ചെറിയ കാര്യമായിട്ട് കാണാനും കഴിയില്ല. അതറിയാവുന്ന ആൾക്കാരാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട നേതാക്കന്മാർക്ക് ഇതൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷേ ഈ സ്വാപ്പിംഗ് എന്ന് പറയുന്ന സംഭവം വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് തൽക്കാലത്തേക്ക് എന്തെങ്കിലും പറയുക എന്നുള്ളതേ ഉള്ളൂ. ഈ BJP ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ലീഗ് LDF-ലേക്ക് പോകുന്നതാണ് BJPയെ സംബന്ധിച്ചോളം ഏറ്റവും സുഖകരം, തൃപ്തികരം, സന്തോഷകരം. അങ്ങനെ പോയാൽ അവർക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് BJPക്ക് അറിയുകയും ചെയ്യാം. കൃഷ്ണദാസ് ചർച്ചയില്. അപ്പൊ അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു BJP-യാണ്. UDF എങ്ങനെയും പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കും. താങ്കളിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പൊതുവെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് പോകണം. നമുക്ക് ആ ലീഗ് ഒന്ന് പറഞ്ഞു പോകണം. ശ്രീ PK കൃഷ്ണദാസ്, ജയചന്ദ്രൻ സാറ് വളരെ പരിണതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ലീഗ് LDF-നൊപ്പം ചേരുന്നതാണ് BJPക്ക് താല്പര്യം. അവിടെ BJPക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അവിടെ BJPയുടെ മുന്നേറ്റത്തിന് അത് കാരണമാവുകയും ചെയ്യും. നമുക്കറിയാം, സമവാക്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഒരു അഞ്ചാം മന്ത്രിസ്ഥാനം ഏത് തരത്തിലാണ് UDF-നെ ബാധിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്ത്യൻ വോട്ടുകളിലൊക്കെ ഉണ്ടായ ഒരു പോളറൈസേഷനൊക്കെ വലിയ തോതിൽ സംഭവിച്ചതിന് കാരണമൊക്കെയായി അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. ശ്രീ കൃഷ്ണദാസ്, അങ്ങനെ ഒരു ആഗ്രഹത്തിലാണോ BJP ഉള്ളത്? അല്ല, BJPയുടെ രാഷ്ട്രീയം ഇടത് വലത് മുന്നണികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതല്ല. ഇടതു മുന്നണിയിൽ നിന്നാണെങ്കിലും വലതു മുന്നണിയിൽ നിന്നാണെങ്കിലും ഏത് ഘടകകക്ഷിയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ BJPയുടെ ആശയധാരയുമായി ഒരുമിച്ച് വരാൻ തയ്യാറാണെങ്കിൽ അവർ BJPക്കൊപ്പം വരുന്ന ഒരു രാഷ്ട്രീയമാണ് BJPയുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP എടുക്കുന്ന ഒരു രാഷ്ട്രീയ നയം. അതിൽ UDF-ൽ നിന്ന് LDF-ലേക്ക് ആരെങ്കിലും പോകുമോ, LDF-ൽ നിന്ന് UDF-ലേക്ക് ആരെങ്കിലും പോകുമോ, കക്ഷികൾ മാറുമോ എന്നുള്ളതൊന്നും BJPയെ സംബന്ധിച്ച് ഒരു വിഷയമേ ഉള്ള കാര്യമല്ല. അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ മാത്രമാണ്. അവർക്ക് പോവുകയോ വരികയോ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഇവരിലെല്ലാം അസംതൃപ്തരായിട്ടുള്ള ആളുകളുണ്ട്. ആ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സീറ്റിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ലോക്സഭാ സീറ്റോ രാജ്യസഭാ സീറ്റോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അവരെടുക്കുന്ന പല നിലപാടുകളിലും, ഇപ്പൊ UDF-നെ സംബന്ധിച്ച് അവരെടുക്കുന്ന പല നിലപാടുകളിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവർ BJPക്കൊപ്പം വരുന്ന ആളുകളാണ് പലരും. LDF-ൽ നിന്ന് എത്രയോ ആളുകൾ BJPയിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരെല്ലാം BJPയുടെ രാഷ്ട്രീയത്തിന്റെ ഒപ്പം വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടക്കുന്ന യാത്രയിൽ എത്രയോ ആളുകൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്രയോ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി വരുന്ന ആളുകൾ, ചുമതലപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ, അവരെല്ലാവരും BJPക്കൊപ്പം വരാൻ തയ്യാറായിട്ടുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന സമയത്ത് കേരളത്തിൽ എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത മേഖലകളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ BJPക്കൊപ്പം വരുന്ന സാഹചര്യമുണ്ടായി. അവർ BJPയുടെ വേദിയിൽ വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്ത് മാറി മാറി ഭരിച്ചിട്ടുള്ള മുന്നണികൾ അവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നയം, ആ രാഷ്ട്രീയ നയത്തിന്റെ ഫലമായി കേരളത്തിലുണ്ടായിട്ടുള്ള അപകടം എന്താണ് എന്നുള്ളതും ഓരോ ആളുകളെ സംബന്ധിച്ചും വ്യക്തിപരമായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും അവർ നോക്കിക്കാണുന്നത് വികസനമാണ് ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ ജാതിമതി രാഷ്ട്രീയമെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിഘടിത രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ അവരെ പറഞ്ഞു പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യം പല കക്ഷികളും പയറ്റിയിട്ടുണ്ട്, മുന്നണികൾ പയറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതെല്ലാം തിരിച്ചറിയുന്ന ആളുകൾ, അതാത് സംഘടനകളിൽ പെട്ടിട്ടുള്ള ആളുകൾ, അവർ ആ സംഘടനകൾ വിടുന്ന സമയത്ത് സ്വാഭാവികമായും BJPക്കൊപ്പം വരുന്ന സാഹചര്യം പല ഘട്ടങ്ങളിലുമുണ്ട്. ഇപ്പൊ ലീഗിനെ സംബന്ധിച്ച് ലീഗിനകത്ത് അസംതൃപ്തിയുണ്ട് എന്നറിയാത്തവരല്ല സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും രാഷ്ട്രീയ നിരീക്ഷകരൊന്നും. അവിടെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ശ്രീ K മുരളീധരൻ എന്തുകൊണ്ടാണ് ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞത്? അത് ലീഗിന് അർഹതയുണ്ട് എന്നുള്ളത് മാത്രമല്ല, UDF-നകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. അവർ പുറത്തു പറയുന്ന ആളുകളുണ്ട്, പുറത്ത് പറയാത്ത ആളുകളുണ്ട്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ വക്താവ് അല്ലെങ്കിൽ UDF-ന്റെ വക്താവ്, അദ്ദേഹത്തിന് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ UDF-ന്റെ പല നേതാക്കന്മാരും അത് പരസ്യമായി പറയുകയും ആ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ആളുകളാണ്. ഇപ്പൊ ലീഗിനെ സംബന്ധിച്ച് ലീഗ് ഇന്ന് ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ലീഗിന്റെ രാഷ്ട്രീയ നയമോ അവരുടെ ആഗ്രഹമോ അവരുടെ ഇടയിലുള്ള ആഗ്രഹമോ അതെല്ലാം അവർ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് കാണേണ്ടതുണ്ടോ? അങ്ങനെ കാണേണ്ടതില്ല. അപ്പൊ അസംതൃപ്തരായിട്ടുള്ള വിഭാഗങ്ങൾ എല്ലാ മേഖലകളിലും രാഷ്ട്രീയത്തിൽ അതാത് മുന്നണികളിലുണ്ട്. അവരുടെ നിലപാടുകൾ പലപ്പോഴും ഇപ്പൊ രഞ്ജിത്ത്, നമ്മളിപ്പോ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കാത്ത ഒരു ഘട്ടത്തിലാണ്.
ഇപ്പോഴത്തെ രാഷ്ട്രീയമല്ല തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴുള്ള പലപ്പോഴുമുള്ള അതെ രാഷ്ട്രീയം. അതെ ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് അസ്പർശതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. ഉം. ഇപ്പൊ പല സംസ്ഥാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ ഇടതുമുന്നണിയും വലതുമുന്നണിയും പറയുന്ന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരെല്ലാം ഉത്തരേന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഉം. കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ BJPക്കൊപ്പം എല്ലാ വിഭാഗം ആളുകളും വന്നിട്ടില്ലേ? ഗോവയിൽ ഞങ്ങളോടൊപ്പം ആളുകൾ വരുന്നില്ലേ? ആസാമിൽ ഞങ്ങളോടൊപ്പം ആളുകൾ വരുന്നില്ലേ? നാഗാലാൻഡിൽ വരുന്നില്ലേ? വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അവരാണല്ലോ ഞങ്ങൾക്ക് അസ്പർശരായിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് അവർക്കിടയിൽ ഒരു ഭീതി പരത്താനാണല്ലോ ഇടതു ശരി വലതുമുന്നണിയും ശരി നിരന്തരമായി BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം ശരി തിരിച്ചു ചെയ്യുന്നത്. വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ 2-3 ദിവസത്തെ UDF-ലെ സംഭവവികാസങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ ഇടതുമുന്നണി ഒന്ന് കൊതിച്ചു, ലീഗ് ഒന്ന് ശ്രമിച്ചു, UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്ന് കുലുങ്ങി, ഏറ്റവും ഒടുവിൽ അതൊരു വെടിനിർത്തലിൽ ചെന്ന് അവസാനിച്ചു ചില കോംപ്രമൈസുകളുടെ അടിസ്ഥാനത്തിൽ. ഈ പറയുന്നത് പോലെ ഒരു ശ്രമവും ഒരു ഘട്ടത്തിലും ലീഗ് നടത്തിയില്ല ഇടതിലേക്ക് ചാടാൻ, അല്ലെങ്കിൽ ഇടതുമുന്നണി അങ്ങനെ ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞു വെക്കാനാവില്ലല്ലോ. ഇത്തവണ കുറച്ചുകൂടി ബലം പിടിച്ചല്ലായിരുന്നോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും അതിലെന്താ സംശയം രഞ്ജിത്ത്? അതായത് മുമ്പും ഈ UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ലീഗ് പലപ്പോഴും ഞങ്ങൾക്കൊരു സീറ്റിന് കൂടി അർഹതയുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത്രത്തോളം ആ സീറ്റ് കിട്ടിയേ തീരൂ എന്നൊരു നിലപാട് ഒരു 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 എന്താ പറയാ കടുംപിടുത്തത്തോളം എത്തുന്ന രീതിയിൽ. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഈ 3-ാം സീറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് തരാൻ തയ്യാറായില്ലെങ്കിൽ ആ 3-ാം സീറ്റിൽ വേണമെങ്കിൽ തനിച്ച് മത്സരിക്കാനും ലീഗ് തയ്യാറാകും എന്ന രീതിയിലേക്കാണ് ഇന്നലെ PMA സലാം പറഞ്ഞത്. അദ്ദേഹം ഒന്നുകൂടെ കടത്തി പറഞ്ഞു, സിറ്റിംഗ് സീറ്റുകൾ വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിലും മത്സരിക്കാൻ ലീഗ് തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് വരെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഇതൊക്കെ മുഴുവനും ലീഗ് പറയുന്നത് മുഴുവൻ അതേപടി ഈ 3-ാം സീറ്റിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ 3-ാം സീറ്റ് കിട്ടിയില്ലേ ലീഗ് UDF വിട്ടുപോകും എന്ന നിലയ്ക്കൊന്നും രാഷ്ട്രീയ നിരീക്ഷകരാരും ആ രീതിയിൽ കരുതിയില്ല. ഭൂരിപക്ഷം പേരും ചിന്തിച്ചത് ലീഗ് വളരെ സമ്മർദ്ദം ഉപയോഗിക്കുന്നു, ചുരുങ്ങിയ പക്ഷം ഒരുപക്ഷെ ഒരു ലോക്സഭാ സീറ്റിന് പകരം ഒരു രാജ്യസഭാ സീറ്റെങ്കിലും ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമാണ് ലീഗിന്റെ ഈ കടുത്ത വാശിയോളം എത്തുന്ന ഈ നിലപാട് എന്ന് പറഞ്ഞു. അത് ഏറെക്കുറെ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ അത് ഏറെക്കുറെ അങ്ങനെ ആയിത്തീരുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ തന്നെ ഇന്നലെ ഇതേ ചാനലിൽ ഒരു ചർച്ചയിൽ ഇരുന്നപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ റജി ലുക്കോസ് പറഞ്ഞു, ഇനി ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, കോൺഗ്രസ് വഴങ്ങുകയല്ലാതെ ലീഗിന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്കൊക്കെ ഇന്നലെ പറഞ്ഞു. അപ്പോഴും ഞാൻ ഇന്നലെ എടുത്ത നിലപാടും അതൊക്കെ രാഷ്ട്രീയത്തിൽ സാധാരണമാണ്. പക്ഷേ ഒരടി മുന്നോട്ടല്ലാതെ പിന്നോട്ട് പോകുന്ന പതിവില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് ഇമ്പോസിബിൾ എന്നുള്ള വാക്കൊന്നും രാഷ്ട്രീയത്തിലില്ല. അതൊക്കെ സമയത്തിനും കാലത്തിനും ഒക്കെ അനുസരിച്ച് മാറും എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷെ ഇന്നിപ്പോ അതാണ് സംഭവിച്ചത്, നമ്മുടെ കണ്ണിൽ കണ്ടത്. കോൺഗ്രസിനകത്ത് തന്നെ പലരും പറഞ്ഞു ലീഗിന് തീർച്ചയായിട്ടും, ഇപ്പൊ K മുരളീധരൻ പറഞ്ഞു 3-ാം സീറ്റിന് തീർച്ചയായിട്ടും ലീഗിന് അർഹതയുണ്ട്, വേണമെങ്കിൽ വടകര സീറ്റ് വിട്ടുകൊടുക്കാൻ പോലും ഞാൻ മടിക്കില്ല, ഞാൻ തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UDF-ലെ 2ാമത്തെ കക്ഷിയാണ് ലീഗ്. 15 സീറ്റിലധികം നിയമസഭയിലുള്ള ലീഗിന് സ്വാഭാവികമായിട്ടും നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സീറ്റ് മാത്രമുള്ള കേരള കോൺഗ്രസ് ജോസഫിന് ഒരു സീറ്റ് കൊടുക്കുമ്പോൾ, ലോക്സഭയിലേക്ക് ഒരു ബെർത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 15 സീറ്റും അതുപോലെ തന്നെ മലബാറിൽ UDF-ന്റെ എല്ലാ സീറ്റുകളിലും നിർണായക ശക്തിയായി നിൽക്കുന്ന ലീഗിനെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റ് ആവശ്യപ്പെടുന്നത് ഒരു അനൗചിത്യമോ അല്ലെങ്കിൽ ഒരു അതിരുവിട്ട അമിത അവകാശവാദം എന്നൊന്നും നമുക്ക് പറയാനും കഴിയില്ല. പക്ഷെ എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുണ്ട്, അവർക്ക് ചില എന്താ പറയാ കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ കൺസ്ട്രെയിൻസ് ലീഗ് പലപ്പോഴും ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇപ്പോഴും ലീഗ് അത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 5ാം മന്ത്രിസ്ഥാനത്തിന്റെ ലീഗ് വലിയ അവകാശവാദം ഉന്നയിച്ച ഘട്ടത്തിൽ അത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് UDF രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി UDF-നെ പിന്തുണയ്ക്കുന്ന പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ അതുണ്ടാക്കിയ കൺഫ്യൂഷൻ നമ്മൾ കണ്ടതാണ്. ഇവ ലീഗ് 3-ാം സീറ്റിന് വേണ്ടി കടുംപിടുത്തം പിടിച്ചാൽ ഒരുപക്ഷെ അന്നത്തെ അതേ വികാരം, ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്കെല്ലാം UDF വഴങ്ങുന്നു, UDF എന്ന് പറയുന്ന ലീഗിന്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരു മുന്നണിയാണ് എന്ന രീതിയിലേക്കൊക്കെ വ്യാഖ്യാനങ്ങൾ പോവും. അത് UDF-ന് ഇലക്ഷനിൽ എത്ര കണ്ട് ഗുണം ചെയ്യും എന്നുള്ള കാര്യം സംശയിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, UDF-ന് ഇല്ലാത്ത ഉത്കണ്ഠയാണ്, കോൺഗ്രസിനോ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ ഇല്ലാത്ത ഒരു ഉത്കണ്ഠയാണ് ലീഗിന്റെ സീറ്റിന്റെ കാര്യത്തിൽ
LDF-നുള്ളൂ. അതൊരു എന്താ അല്ല, പറയാ, ഏറ്റവും കൂടുതൽ സീറ്റുകൾക്ക് ഈ 2-ൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ട്, വേണമെങ്കിൽ 6ഓളം സീറ്റുകൾ വരെ കൊടുക്കാവുന്ന രാഷ്ട്രീയ കക്ഷിയാണ് ലീഗ് എന്ന് തുടർച്ചയായി പറയുന്ന ഇ പി ജയരാജനാണ്. ഇന്നും പത്തനംതിട്ട അദ്ദേഹം പറയുകയാണ് ലീഗിനെ അവഗണിക്കുന്നു കോൺഗ്രസ്, ലീഗിന് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്ന് പറയാണ്. അതിനകത്ത് തമാശ എന്തുകൊണ്ടാണ് UDF-ന് ഇല്ലാത്ത ഉത്കണ്ഠ, UDF-ലെ ഘടകകക്ഷികൾക്ക് ഇല്ലാത്ത ഉത്കണ്ഠ, UDF ചർച്ചകളിൽ ഇല്ലാത്ത തീയും പുകയും, അതായത് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പറയാം. പക്ഷെ ഒരു സാധാരണ മുന്നണി മര്യാദയും ഔചിത്യമൊക്കെ ഉണ്ടല്ലോ. ഒരു മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചയിൽ മറ്റൊരു മുന്നണിയുടെ പ്രധാന നേതാവ്, കൺവീനർ അടക്കമുള്ള ആളുകൾ ഇത്രമാത്രം ഇടപെടുന്നതും അവർക്ക് 30 സീറ്റിന് അർഹതയുണ്ട്, അല്ലെങ്കിൽ 6 സീറ്റിന് അർഹതയുണ്ട്, ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, ലീഗിനെ കൂടാതെ കോൺഗ്രസ് മത്സരിച്ചാൽ ഒരൊറ്റ സീറ്റും കിട്ടില്ല, പക്ഷെ ലീഗ് തനിച്ച് മത്സരിച്ചാൽ 3-ലേറെ സീറ്റുകൾ കിട്ടും തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് ലീഗ് ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പാളയത്തിൽ പടയുണ്ടാക്കി അത് വെടക്കാക്കി തനിക്കാക്കുക എന്ന ലക്ഷ്യമാണ് CPM ലക്ഷ്യമിടുന്നത്. ലീഗ് വരാത്തത് കൊണ്ട് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയേന്ദ്രൻ സാർ എന്ത് പറഞ്ഞാലും ശരി, ലീഗ് തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം ലീഗ് ഇപ്പൊ ഇടതുമുന്നണിയിൽ ഇല്ലാന്ന് വിചാരിച്ചാൽ മതി. പറയട്ടെ, അതിലേക്ക് വരാം. ശ്രീ ബസന്ത്, എന്തു പറഞ്ഞാണ് ഇത്തവണ UDF വോട്ടർമാരെ സമീപിക്കുക? താങ്കൾ ആന്റി ഇൻകംബൻസിയുടെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഈ 19 സീറ്റാണ് കോൺഗ്രസിന് UDF-ന് ജനങ്ങൾ നൽകിയത്. 1 സീറ്റ് മാത്രം LDF-ന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിനുശേഷം ലോക്സഭയിൽ മോദിയെ അല്ലെങ്കിൽ BJP-യെ ശക്തമായി പ്രതിരോധിക്കാനുള്ള സംവിധാനമായി എഫക്റ്റീവായി ഈ MP-മാർ വർക്ക് ചെയ്തോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇടതുപക്ഷവും വലിയ തോതിൽ ഉന്നയിക്കുന്ന ഒരാരോപണമായി അത് മാറിയിട്ടുണ്ട്. ഇത്തവണ വോട്ടർമാരെ സമീപിക്കുമ്പോൾ എന്തൊക്കെ ചൂണ്ടിക്കാട്ടിയാകും? രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം മാറ്റി നിർത്തിയാൽ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി MP-മാർ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയർന്നാൽ എന്തൊക്കെ മുന്നോട്ട് വെക്കാനാകും വസന്ത്? അല്ല, കേരളത്തിലെ MP-മാർ ചെയ്തതൊക്കെ ജനത്തിന്റെ മുമ്പിലുണ്ട്. കേരളത്തിലെ ധനകാര്യ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മാരിഫ് ദാ ഇങ്ങനെ വായുടെ മുകളിൽ ചുണ്ട് അനക്കാതെ ലോക്സഭയിൽ ഇരുന്നപ്പോ അടിയന്തര പ്രമേയം അടക്കം അവിടെ അവതരിപ്പിച്ചത് TN പ്രതാപൻ അടക്കമുള്ള UDF MP-മാരാണ്. രണ്ടാമത് നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ട് 19-അംഗ സംഘം വളരെ കൃത്യമായി കേരളത്തിന്റെ ധനകാര്യ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവർ 3200 കോടി രൂപ അടിയന്തരമായി റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്തത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. പണ്ടത്തെ പോലെ തൃശ്ശൂരിൽ ഒരു നിലപാടും കോഴിക്കോട് മറ്റൊരു നിലപാടും കോട്ടയത്ത് വന്ന് വേറൊരു നിലപാടും എടുക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള കാലമാണ്. അവർ ഇത് കാണുകയാണ്, അവർ മനസ്സിലാക്കുകയാണ്. തെളിവുകൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. നോക്കൂ, 19 സീറ്റാണ് കഴിഞ്ഞ തവണ UDF-ന് കേരളം നൽകിയത്, അല്ലെങ്കിൽ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും കേരളം നൽകിയത്. 1 സീറ്റ് ആലപ്പുഴയിൽ അത് LDF നൽകി. ആ ഒരേ ഒരു സീറ്റിൽ എന്തു പണി ചെയ്തു എന്നുള്ള ചർച്ച ചെയ്യണ്ടേ? ആ AM ആരിഫ് എന്ന് പറയുന്ന ഇവരുടെ ദേശീയ പാർട്ടി പദവി പിടിച്ചു നിർത്താൻ വേണ്ടി, തടയിട്ട് പിടിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് പാർലമെന്റിലേക്ക് കടന്നുപോയ AM ആരിഫ് കേരളത്തിന്റെ പ്രതിസന്ധി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇവർ ഈ പറയുന്ന പ്രതിസന്ധി പാർലമെന്റിൽ ഒരിക്കലെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടോ? എത്ര തവണ പാർലമെന്റ് ഡിബേറ്റ്സിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? അപ്പൊ മറ്റൊരു 18 അല്ലെങ്കിൽ 19 AM ആരിഫുമാരെ എന്തിനാണ് കേരളത്തിൽ നിന്ന് വിടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങ് പറഞ്ഞ നേരത്തെ LDF കൺവീനർ ജയരാജന്റെ വാദം, ലീഗിന് 6 സീറ്റ് അവകാശമുണ്ട്, അതിൽ 3 സീറ്റ് അവർ ജയിക്കും. ഈ 3 സീറ്റ് അവർ ജയിക്കണമെങ്കിൽ UDF-ൽ നിന്ന് മത്സരിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥിയെ തോപ്പിച്ചു വേണമല്ലോ ജയിക്കാൻ. അവർ ജയിക്കുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറയണം, ഇത്രമാത്രം ബോധോദയമുള്ള LDF കൺവീനറും LDF-ഉം ലീഗിന്റെ സീറ്റിൽ LDF-ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഞങ്ങൾ മത്സരിക്കുന്നില്ല, ലീഗ് ആര് മത്സരിച്ചാലും ജയിക്കുന്ന കക്ഷിയാണ് എന്ന് ഞങ്ങൾ സ്വമേധയാ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഇലക്ഷൻ എക്സ്പെൻസുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയും സ്വാഭാവികമായും രാജ്യത്തിന്റെ പൊതു ബഡ്ജറ്റിൽ നിന്ന് ഇലക്ഷൻ എക്സ്പെൻസ് 3 നിയോജകമണ്ഡലങ്ങളിലെ മാറി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിവാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടെടുക്കണ്ടേ? കേരള രാഷ്ട്രീയത്തിൽ ശിഖണ്ഡിയുടെ റോളാണ് എല്ലാ കാലത്തും ജയരാജൻ വഹിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുന്നണിയിൽ നാളെ BJP-യിൽ നിന്ന് ആരെങ്കിലും പോകുമെന്ന് പറഞ്ഞാൽ പോലും അവര് അതിസമ്പന്നരാണ്, അവർ അതിശക്തരാണ്, ഭീമസേനനാണ്, അതുകൊണ്ട് വരൂ, ഞങ്ങളുടെ പാളയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച് തമ്മിലടിപ്പിക്കുന്ന ശിഖണ്ഡിയുടെ റോള് അത് എല്ലാ കാലത്തും ജയരാജൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ജനത്തെ സമീപിക്കാൻ പോകുന്നത് വളരെ കൃത്യമായി, സപ്ലൈകോയിലേക്ക് നിങ്ങൾ പോകൂ,
ഇലക്ഷന് മുമ്പ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സപ്ലൈകോ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറിയിട്ട് പോണേ എന്നാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും PRS പ്രകാരം പാടി റെസീപ്റ്റ് സ്ലിപ്പ് പ്രകാരം സാധാരണ കർഷകന്റെ വീടുണ്ടെങ്കിൽ അവന് കഴിഞ്ഞ 2-3 ടേമിലെ പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് അവന്റെ വീട്ടിൽ കയറി ഒന്ന് അന്വേഷിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ തളർവാദ രോഗികളുടെ കൂട്ടിരിപ്പുകാർ അവർക്ക് UDF ഗവൺമെന്റിന്റെ കാലത്ത് ഒരു പെൻഷൻ അനുവദിച്ചിരുന്നു മാസാമാസം. എന്റെ വസന്ത, ഇതൊക്കെ കൃത്യമായി പ്രതിഫലിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ്, താങ്കൾ പറഞ്ഞ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ പ്രതിഫലിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ്. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്ന് 2 ദിവസം ആയതേ ഉള്ളൂ. അതിന്റെ ഫലം എന്താണെന്ന് അറിയാമല്ലോ. പിണറായി വിജയൻ ഇന്നലെ എടുത്ത് ചൂണ്ടിക്കാട്ടി, മാധ്യമങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, എന്തൊക്കെ എഴുതി പിടിപ്പിച്ചു നിങ്ങൾ, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത് സാക്ഷാൽ പിണറായി വിജയനാണ്. അല്ല, അതിൽ 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ലോക്കൽ ബോഡി ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല ഒരിക്കലും ലോക്സഭയിൽ. അത് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഞാൻ അതിനെ ഒരു ന്യായീകരണമായല്ല പറയുന്നത്. പക്ഷേ നോക്കൂ, BJPയുടെ വോട്ടുകൾ എവിടെ പോയിട്ടുണ്ട് എന്ന് നോക്കണ്ടേ? BJP ജയിച്ച സീറ്റുകളിൽ CPMന്റെ വോട്ടുകൾ എവിടെ പോയെന്ന് നോക്കണ്ടേ? വളരെ കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു കക്ഷികൾ ചേർന്ന് ഇവർ നടപ്പിലാക്കാൻ പോകുന്നത്, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇവരൊരു ട്രയൽ റൺ നടത്തി എന്നാണ് കഴിഞ്ഞ ദിവസത്തെ റിസൾട്ടിനെ ഞാൻ വിശ്വസിക്കുന്നത്. ചില സീറ്റുകളിൽ BJPക്ക് ജയിക്കാൻ വേണ്ടി CPM സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തണമെന്ന്, ലീഗിന്റെ സീറ്റിൽ CPM സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തണമെന്ന്. നമ്മളത് പറയാതെ BJPക്ക് വേണ്ടി BJPയുടെ സീറ്റിൽ, അവർ മത്സരിക്കുന്ന സീറ്റിൽ CPMന് സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്നത് CPM BJP സഖ്യമായിരിക്കും. ആ സഖ്യത്തെ പോലും അതിലംഘിക്കുന്ന രീതിയിൽ, കവച്ചു വെക്കുന്ന രീതിയിൽ 6 മാസത്തെ പെൻഷൻ അടക്കം, പെൻഷൻ കുടിശ്ശിക അടക്കം, സപ്ലൈകോയിലെ പ്രതിസന്ധി അടക്കം, 2 രൂപ അധിക സെസ് മേടിച്ചിട്ട് ഇവർ പുട്ടടിക്കുന്ന അടക്കം, ഇവരുടെ ദൂർത്തടക്കം, നവകേരള സദസ് എന്ന ദൂർത്ത് യാത്ര അടക്കം ജനം ചർച്ച ചെയ്യും. BJPക്കാരനും CPMകാരനും ഒക്കെ മടുത്ത് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ഇതിലെ അണികൾ അവർ കൃത്യമായി പ്രാവശ്യം UDF നോട്ട് ചെയ്യും. ശരി, ഇവിടെ ഈ നമ്മുടെ വസന്ത് പറഞ്ഞ ഒരുപാട് ഭരണവിരുദ്ധ വികാരത്തിന് ആധാരമായ നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, യാഥാർത്ഥ്യവുമാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട്, സപ്ലൈകോയുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിക്കെതിരായ, കുടുംബത്തിനെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് മുൻകൂട്ടി കണ്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ പേടിയിലാണോ ഈ MLAമാരെയും മന്ത്രിമാരെയും ജില്ലാ സെക്രട്ടറിമാരെയും ഒക്കെ ഇറക്കി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുന്നത് ഇടതുമുന്നണിക്ക്? അത് രഞ്ജിത്തിന്റെ ചോദ്യത്തിന് ഞാൻ ആ ചോദ്യം മുഖവിലേക്ക് തന്നെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുകയും ചെയ്യുന്നു കേട്ടോ. ആ പേടി കൊണ്ട് തന്നെയാണ് എന്ന് തന്നെ ഞാൻ അംഗീകരിക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു. താങ്കളുടെ ആ ചോദ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്. ഈ കഴിഞ്ഞ 2019 ഇലക്ഷനിൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് ഇപ്പൊ വസന്ത് സംസാരിച്ചല്ലോ കാര്യങ്ങൾ. ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇവരെ പോലുള്ളവരൊക്കെ കരുതുന്ന ഒരു തെറ്റായ ചിന്താ പദ്ധതി എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ രാഷ്ട്രീയക്കാർ ജനങ്ങളെ പഠിപ്പിക്കാൻ ഇതാ വന്നിരിക്കുന്നു, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളൂ എന്നുള്ളതാണ് ഇവരുടെ തെറ്റിദ്ധാരണ. അങ്ങനെയല്ല. ഞാൻ എപ്പോഴും പറയും, മെച്യൂർഡ് വോട്ടർമാർ എന്നുള്ളതാണ് ഇന്ത്യയിലെ വോട്ടർമാർക്ക് കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട ഏകവുമായ വിശേഷണം. അവർ മെച്യൂർഡ് വോട്ടർമാരാണ്. അങ്ങനെ കാണാൻ പഠിക്കണം രാഷ്ട്രീയക്കാർ. ഇല്ലെങ്കിലാണ് പിഴച്ചു പോകുന്നത്. LDFന്റെ കഴിഞ്ഞ തവണ പിഴച്ചത് അതുകൊണ്ടാണ് 2019. കാരണം കേരളത്തിലെ മെച്യൂർഡ് വോട്ടർമാർ തീരുമാനിച്ചത്, അത് ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് തീരുമാനിച്ചത്, നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ വരാൻ പോകുന്നു, രാഹുൽ ഗാന്ധി ആ മുന്നണിയുടെ പ്രധാനമന്ത്രിയായി കോൺഗ്രസിന്റെ നേതാവായി വരാൻ പോകുന്നു, അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതാണ് കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ ഏകകണ്ഠമായി നിശ്ചയിച്ചത്. അത് അവരുടെ മെച്യൂരിറ്റി ആയിരുന്നു. അങ്ങനെയാണ് അവർ LDFനെ വിരുദ്ധമായി വലിയ തോതിൽ വോട്ട് ചെയ്തത്. ഒപ്പം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, NSSന്റെ തീവ്രമായ സർക്കാർ വിരുദ്ധ നിലപാട്. അത് വൈകാരികമായിരുന്നു. മറ്റേത് വൈകാരികമല്ല, വൈചാരികമായ ഒരു പ്രശ്നമായിരുന്നു. അവരുടെ ചിന്താ പദ്ധതിയായിരുന്നു ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായം ഒരുമിച്ച് വോട്ട് ചെയ്തത്. NSSന്റെ അതല്ല, സ്ത്രീകളുടെ വലിയ തോതിലുള്ള സർക്കാർ വിരുദ്ധ വോട്ട് തന്നെയായിരുന്നു. ശബരിമലയുടെ പേരിൽ മാത്രമാണ് അതങ്ങനെയാ വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ലാൻഡ് സ്ലൈഡ് മെജോറിറ്റി ഉണ്ടായത്, 19 സീറ്റ് LDF വിജയിക്കുന്നത്. അല്ല, ഇന്ന് ലേഖനം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും. മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് NSS പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് ആ 2 സാഹചര്യം ഇല്ല.
നമ്മൾ ആ NSന്റെ പ്രതിഷേധത്തിന്റെ സാഹചര്യം അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. കാര്യം ഈ ചുരുക്കി പറയണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അത് ആ സാഹചര്യം ഇന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുസ്ലിം ലീഗിന്റെ കാര്യം നമ്മൾ മുമ്പേ സംസാരിച്ചപ്പോഴും ഒരു പ്രശ്നം കാണേണ്ടത് ഇത്രേ ഉള്ളൂ. ഇത് ഈ ഇലക്ഷനിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് അൾട്രാ സോഷ്യൽ എഞ്ചിനീയറിംഗ് സിസ്റ്റം തന്നെയാണ്. ആ അൾട്രാ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആർക്കാണോ അനുകൂലമായി വരുന്നത് അവരാണ് ഭൂരിപക്ഷം നേടി നല്ല തോതിൽ വിജയിക്കുക. അതാണ് അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ആ തരത്തിൽ നോക്കിയാൽ നോക്കൂ, കഴിഞ്ഞ തവണ LDFന് വലിയ തോതിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണല്ലോ പിന്നീട് അന്ന് ഇപ്പോ അത് ഇല്ല, കോടിയേരി ബാലകൃഷ്ണൻ അടക്കം വീട് വീഴാൻ കയറി ഇറങ്ങുന്ന പരസ്യമായി പറയുന്നതൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ? അത് ശരിക്കും അതൊരു പശ്ചാത്തലം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ സ്ഥിതി അതല്ല. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വരുമ്പോഴേക്ക് എങ്ങനെയാണ് അതിനെ ഇനി കോൺഗ്രസ് ടാക്കിൾ ചെയ്യുന്നതെന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട യുദ്ധതന്ത്രമാണ്. BJPയുടെ യുദ്ധതന്ത്രം എങ്ങനെ വരുമെന്നുള്ളത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ വസന്ത് പറഞ്ഞതുപോലൊന്നുമല്ല, റേഷൻ കടയില്, സപ്ലൈകോയില്, പെൻഷന്റെ കാര്യത്തില് ഈ കാര്യം വെച്ചോണ്ടല്ല പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യുന്നത്. അത് വോട്ട് ചെയ്യും, തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. ജനം മറക്കുന്നു പറയുന്നത്. ചുറ്റിയിൽ കുത്തണമെന്ന് ഓർക്കുമ്പോ ഇതൊന്നും അങ്ങനെ മറന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ പക്ഷെ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ ചർച്ച ചെയ്ത കാര്യം രഞ്ജിത്ത് പറഞ്ഞ എന്തായിരുന്നു? രഞ്ജിത്ത് ഇന്നലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താണ് പറഞ്ഞത്? രഞ്ജിത്ത് അത് ശരിയാണ്. എന്തിനാണ് പാലോട് രവി എന്തിനാണ് രാജിവെച്ചത്? എന്തിനാണ്? പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ BJPയും കോൺഗ്രസും ധാരണയായി പഞ്ചായത്ത് പിടിച്ചത് എങ്ങനെയായിരുന്നു? ഇതൊക്കെ മുമ്പിലുള്ള കാര്യങ്ങളല്ലേ? അപ്പൊ ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. ഈ പറയുന്ന റേഷനും സപ്ലൈകോയും പെൻഷനും ഒന്നും തിരുവനന്തപുരം ജില്ലക്കാർക്കില്ലേ? അല്ലെങ്കിൽ വോട്ട് ചെയ്ത പഞ്ചായത്തുകളുടെ ജനങ്ങൾക്ക് ഇതൊന്നും വേണ്ടാത്തതായിരുന്നു? അല്ലല്ലോ. അവരുടെ മുമ്പിൽ അതൊക്കെ അവരുടെ ആവശ്യങ്ങളുമാണ്. പക്ഷെ ഒപ്പം അവർക്കതിന് എന്താണ് വാട്ട് ഈസ് വാട്ട് എന്ന് നേരറിയാനുള്ള അവരുടേതായ വിവേകം. അതാ ഞാൻ പറഞ്ഞത്, പക്വമതിയായ വോട്ടറെ അല്ലെന്ന് കാണരുത്. ബ്രാൻഡ് ചെയ്യാൻ എത്ര ശ്രമിച്ചാലും കഴിയില്ല. ശരി സാർ, തിരിച്ചു വരാം. തിരിച്ചു വരാം. വസന്ത് മറുപടി പറയാൻ അവസരം ഉണ്ടാവും. കൃഷ്ണദാസ്, ഈ 2019 സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലില്ല എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ശ്രീ ജയചന്ദ്രൻ സാർ. 2019 BJPയുടെ സുവർണാവസരമാണ് എന്ന് പറഞ്ഞു വെച്ചത് BJP നേതാക്കൾ തന്നെയാണ്. പക്ഷേ ആ സുവർണാവസരം അതേ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ BJPക്ക് ആയില്ല. മണ്ണ് ചാരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊരു പ്രയോഗം അന്ന് വളരെ സ്വാഭാവികമായി വളരെയധികം പ്രചരിച്ച ഒരു സമയമായിരുന്നു. നമുക്കറിയാമത്. ഈ ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ആയുധമാക്കിയ BJPക്ക് ഒറ്റ സീറ്റ് പോലും നേടാനായില്ല. അതിനപ്പുറം എന്ത് അവസരമാണ് ഈ 2024 കേരളത്തിലെങ്കിലും BJPക്കുള്ളത്? രഞ്ജിത്ത്, 2019 സാഹചര്യം 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വിജയം അത് ആവർത്തിക്കില്ല എന്നുള്ള ധാരണയിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലീഗിന്റെ കൂടി ഒരു സമ്മതത്തോടു കൂടി, അവരുടെ എല്ലാം ഒരു അനുവാദത്തോടു കൂടി ശ്രീ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ എന്തായിരുന്നു UDFന്റെ മനസ്സിൽ? എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് അവരുടെ നിരന്തരമായി അവർ മത്സരിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളെല്ലാം വിട്ട് കേരളത്തിൽ വന്ന് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? അപ്പൊ കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പരമാവധി സീറ്റുകൾ തങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരണം എന്നുള്ള UDFന്റെ ഒരു രാഷ്ട്രീയ നയം, ഒപ്പം തന്നെ ലീഗിന്റെ ഒരു സമ്മതവും അവരുടെ ഒരു പ്രഷറുമൊക്കെ ഒരു ഭാഗത്ത് UDFന്റെ മേലുണ്ടായി കാണാം. ഒരുപക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 3ാം സീറ്റ് ലീഗ് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ ആലപ്പുഴ അല്ലെങ്കിൽ വയനാട്, അത് തങ്ങൾ പറയുന്ന ആളുകൾ സ്ഥാനാർത്ഥികളാവണം എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ ലീഗ് കണ്ടീഷൻ വെച്ചിട്ടുണ്ടാവണം. അവർ രാജ്യസഭാ സീറ്റിൽ ഒതുങ്ങി നിൽക്കും എന്ന് വിശ്വസിക്കാൻ മാത്രം രാഷ്ട്രീയ മണ്ടന്മാരല്ലോ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ മുതൽ മുകളിലേക്കുള്ള ആളുകൾ. ലീഗ് അങ്ങനെ അതിന് വഴങ്ങുന്നു അല്ലെങ്കിൽ പുറത്തു പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ മറ്റെന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടാകും. ഒന്നുകിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റിൽ അവർ നിർദ്ദേശിക്കുന്ന ആളുണ്ടാകണം എന്നുള്ള കണ്ടീഷൻ അവർ വെച്ചിട്ടുണ്ടാകണം. അതെല്ലാം നമ്മളിന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ UDFും LDFും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് സമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നതാണ്. BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം ഉരുത്തിരിച്ചെടുക്കുന്നതിൽ രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. BJPക്ക് എവിടെയെങ്കിലും ജയിക്കാനുള്ള സാധ്യത ഉണ്ടായാൽ ഇവിടെയെല്ലാം അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തുന്നത് എത്ര കാലങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. BJP ജയിക്കാൻ അനുവദിക്കില്ല എന്ന് രണ്ടു കൂട്ടരും പറയുന്നതിന് പിന്നിൽ ഈ ശക്തമായിട്ടുള്ള അവരുടെ അടിയൊഴുക്ക് തന്നെയാണ്. ഞങ്ങൾ അത് അനുവദിക്കില്ല എന്ന് പറയുന്നത്, ഞങ്ങൾ പരസ്പരം മാറി വോട്ട് ചെയ്ത് ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തും എന്ന് പറയുന്നത് തുറന്നു പറയുന്നതിന് തുല്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവർ എത്ര ശ്രമിച്ചാലും
അവർ എത്ര പരിശ്രമിച്ചാലും, അവർ അതിനുവേണ്ടി എത്ര തവണ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേരത്തെ ശ്രീ ജോർജ് സൂചിപ്പിച്ചതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 19 സീറ്റ് UDF-നും 1 സീറ്റ് LDF-നും കൊടുത്ത് 20 പേരെ BJP സർക്കാരിനെതിരായി ശബ്ദിക്കാനും പ്രക്ഷോഭങ്ങൾ നടത്താനും നിരന്തരമായി പാർലമെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. ഈ 20 പേരായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും UDF-ന്റെയും എല്ലാം പാർലമെന്റിലെ തന്നെ പ്രധാനപ്പെട്ട ശക്തി. ഏതാണ്ട് 50% വരുന്ന ശക്തി എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ UPA സംബന്ധിച്ച് അതിന്റെ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട MP-മാരാണ്. പക്ഷേ പാർലമെന്റിനകത്ത് വന്നപ്പോൾ അവർ നടത്തിയിട്ടുള്ള നടപടികൾ എന്താണ്? ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? എന്റെ ചോദ്യത്തിലേക്ക് വന്നില്ല. 2024 വരുന്നത് എന്താണ് BJP-യുടെ കേരളത്തിലെ പ്രസക്തി എന്നായിരുന്നു എന്റെ ചോദ്യം. ഞാൻ അതിലേക്കാ വരുന്നത്. അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 പേരും നരേന്ദ്രമോദിക്കെതിരായി വോട്ട് ചെയ്യാനും ശബ്ദിക്കാനും വേണ്ടി പോയിട്ട് ഈ 20 പേരും അവിടെ ശബ്ദിച്ചിട്ട് കേരളത്തിലെ വികസനത്തിൽ എന്തെങ്കിലും കുറവുണ്ടായോ? കേരളത്തിലേക്ക് കേന്ദ്രം കൊടുക്കുന്ന നടപടികൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ട പദ്ധതികൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? അതാണല്ലോ UDF-ന്റെ പ്രതിനിധി നേരത്തെ സൂചിപ്പിച്ചത്. MP-മാർ പോയപ്പോൾ കേന്ദ്രത്തിൽ ധനകാര്യ വകുപ്പിൽ പാർലമെന്റിൽ പറഞ്ഞത് കൂടാതെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി 3200 കോടി രൂപ അനുവദിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് BJP കൊടുത്ത പണമാണ്. BJP എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഗവൺമെന്റ് കൊടുത്ത പണമാണ്. എന്തുകൊണ്ട് ആ വികസനത്തിൽ കേരളത്തെ അവഗണിക്കാതെ കേരളവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വികസന പദ്ധതികൾക്ക് BJP നേതൃത്വം കൊടുത്തു? അപ്പൊ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പാർലമെന്റിൽ BJP-ക്ക് പിന്തുണ നൽകാൻ ഒരു MP പോലും ഇല്ലാതിരുന്നിട്ട് കൂടി കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന്റെ പാതയിൽ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി വന്ന സമയത്തും കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും പ്രഖ്യാപിക്കപ്പെടുകയെല്ലാം ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെ വികസനം ഈ തെരഞ്ഞെടുപ്പ് നടക്കാവുന്ന രാജ്യത്തെ എന്നോട് ചോദ്യത്തിന്റെ ഡയറക്റ്റ് ഉത്തരം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി. കൃത്യമാണ് ശ്രീ ജോർജ് പൊടിപ്പാറ. ഈ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്കറിയാം 2019 പോലെ ആർക്കും ഇത്തവണ ഒരു വാചകം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കേരളത്തെ കടക്കണിയിലേക്ക് വിട്ട LDF, കേരളത്തെ എത്ര കോടിക്കണക്കിന് കടക്കണിയിലേക്കാണ് LDF ഗവൺമെന്റ് തള്ളിവിട്ടിട്ടുള്ളത്? UDF-ന്റെ ആളുകൾ ജയിച്ചു പോയതിനു ശേഷം എന്തെങ്കിലും പ്രയോജനം ഈ സംസ്ഥാനത്തിനുണ്ടായോ? വാ തുറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് LDF-ന്റെ ഏറ്റവും വലിയ ആരോപണം. അപ്പൊ ഭരിക്കുന്ന സംസ്ഥാനത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് കേന്ദ്രത്തെ BJP എതിർത്തിട്ടും കേരളത്തിലെ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾ ആ വികസനത്തെ അംഗീകരിക്കാൻ പോകുന്നു, ജനക്ഷേമ പദ്ധതികൾ അംഗീകരിക്കാൻ പോകുന്നു, കേന്ദ്ര ഗവൺമെന്റിന് വരാൻ ഏതാണ് എന്നാൽ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നു. ഈ തവണ ഇന്നലെ വന്നിരിക്കുന്ന എല്ലാം വാർത്തകൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലെ എന്തുകൊണ്ട് അദ്ദേഹം കേരളം ഉപേക്ഷിക്കുന്നു? എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് അദ്ദേഹം മാറി പോകുന്നു? കേരളം എന്ന് പറയുന്നത് ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും. ഒരുപാട് വിഷയങ്ങൾ മാറി മറിയും, സ്വാഭാവികം. ഇത്തവണ 2019 പോലെ അല്ല കാര്യങ്ങൾ. അത്ര പ്രകടമായ പല കാര്യങ്ങളും ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്ത് തയ്യാറെടുപ്പുകൾ നടത്തണം മുന്നണികൾ, ആർക്കാണ് സാധ്യത എന്നതൊക്കെ ചർച്ച ചെയ്യണം. ഏതാണ്ട് 3 പേർക്കും വലിയ ആത്മവിശ്വാസമുണ്ട്. BJP 2 മണ്ഡലങ്ങളെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനം കാലങ്ങളായി നടത്തുന്നുണ്ട്. കാരണം നേരത്തെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിലെ വർധനവ് മാത്രമല്ല, മുകളിൽ നിന്നുള്ള ഇങ്ങനെ മുന്നറിയിപ്പുകളുണ്ട് ഇത്തവണ സീറ്റ് വേണമെന്ന കാര്യത്തിൽ. BJP ആ തരത്തിൽ പ്രവർത്തിക്കും, സ്വാഭാവികം. LDF-നും പറയാനുണ്ട്, UDF-നും പറയാനുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം? എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കാണണം? ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെങ്കിൽ ഈ 3 മുന്നണികളും ഒരുപാട് പ്രതീക്ഷ പുലർത്തുന്ന ഒരു ഇലക്ഷനാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇക്കുറി ഈ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്. അന്ന് ശബരിമല കത്തി നിന്ന ഒരു സന്ദർഭമാണ്. ആ വിശ്വാസികളുടെ ഒരു വികാരം അന്ന് CPM ഇത്രത്തോളം ശക്തമായി തങ്ങൾക്ക് നേരെ തിരിയും എന്ന് വിചാരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് CPM അന്ന് വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാശി പ്രകടിപ്പിച്ചു. വിശ്വാസി സമൂഹം അതിനെതിരെ തെരുവിലിറങ്ങിയിട്ടും അവർക്കെതിരെ കേസുകൾ എടുത്ത് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനോ ആ വികാരത്തെ മനസ്സിലാക്കി അതനുസരിച്ച് നിലപാടുകൾ മാറ്റാനോ തയ്യാറാകാതിരുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നത് സത്യമാണ്. പക്ഷെ CPM ശബരിമലയല്ല തങ്ങളെ കാര്യമായി ബാധിച്ചത്. അതിന്റെ പേരിലല്ല ഈ 19-20 1 ഞങ്ങൾ ചുരുങ്ങിപ്പോകാൻ ഇടയാക്കിയത്. ശബരിമലയേക്കാൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരുപക്ഷെ കോൺഗ്രസ് പ്രധാനമന്ത്രിയാകും എന്ന രീതിയിൽ പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അത് കേരളത്തിലെ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും സൃഷ്ടിച്ച ഒരോളം, ആ ഒരു പ്രതീക്ഷ
കേരളത്തിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിച്ചതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും അതിന്റെ ആ ഒരു പ്രതിഫലനം സംഭവിച്ചു. അത് തങ്ങൾക്കെതിരായ വലിയ വികാരമായി മാറി. അത് വലിയ തിരിച്ചടിയായി തങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചു എന്നാണ് അവർ പറയുന്നത്. അത് ഇലക്ഷന് ശേഷം ആ നിലപാട് തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല നിലപാടിൽ പശ്ചാത്തപിച്ചതും അത് വീടുകളിൽ കയറി നേതാക്കൾ തന്നെ അത് വിശദീകരിച്ച് അവർക്കൊപ്പം നിൽക്കുന്ന ഹിന്ദു വിശ്വാസികൾക്കിടയിലുള്ള ആ ഒരു കൺഫ്യൂഷൻ മാറ്റിയതും അത് മാറ്റാൻ തയ്യാറായ ആ നിലപാടിലുണ്ടായ മാറ്റം പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു പ്രതിഷേധ വോട്ടില്ലാതെ ഇടതുപക്ഷത്തെ വീണ്ടും ഒരിക്കൽ കൂടി ചരിത്രത്തിലാദ്യമായി 2ാം ഊഴം നൽകുന്ന അതുകൊണ്ട് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും അതിലേക്ക് എത്തിച്ചത് ആ പ്രതിഷേധം ആറ് തണുത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇക്കുറി ഈ ശബരിമല എന്ന് പറയുന്ന വികാരമില്ല. ഒരുപക്ഷെ BJPയുടെ ചരിത്രത്തിൽ അവർ തന്നെ ഏറ്റവും വലിയ സുവർണാവസരം എന്ന് വിശേഷിപ്പിച്ച പോലുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, അത്തരം ഒരു രാഷ്ട്രീയ അവസ്ഥ ഇന്ന് കേരളത്തിലില്ല. ഇടതുപക്ഷത്തിനെതിരെ UDF-ന് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ ഭരണപരാജയവും നേരത്തെ എന്റെ സുഹൃത്ത് ശ്രീ വസന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വിവിധ മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുമാണ്. കാർഷിക മേഖലയിൽ ദുരിതമുണ്ട്, അതുപോലെ തന്നെ മറ്റെല്ലാ രംഗത്തും ജനങ്ങൾ ക്ഷേമ പെൻഷൻ മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ സപ്ലൈകോ, സാധാരണ ആളുകൾ സപ്ലൈകോ ചെല്ലുമ്പോൾ സബ്സിഡി സാധനങ്ങൾ ഇല്ലാതെ തിരിച്ചു പോരുന്നു. ഇപ്പോഴാകട്ടെ സപ്ലൈകോയിലെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ നിരക്ക് അല്ലെങ്കിൽ സബ്സിഡി വെട്ടിക്കുറച്ച് ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തുന്നു. ഇതൊക്കെയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. എന്റെ സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊന്നും അല്ല ഇഷ്യൂ. ഇതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും സാക്ഷരരായ, ഏറ്റവും രാഷ്ട്രീയ ഉൽപ്പതിഷ്ണുത്വമുള്ള വളരെ വളരെ വിവേകശാലികളായ വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. അവരെല്ലാ കാലത്തും ആ രാഷ്ട്രീയം മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ഉയർന്നു വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചത്, ഇന്ദിരാഗാന്ധി അടക്കം തോൽപ്പിച്ചതിന് ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അന്നും കേരളത്തിലെ ഈ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാര് മുഴുവൻ സീറ്റിൽ എന്ന പോലെ UDF-നെ ജയിപ്പിച്ച ചരിത്രവുമുണ്ട്. അതുകൊണ്ട് ഒരു ഒരു കോമൺ ഡിനോമിനേറ്ററായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഈ പ്രബുദ്ധത? എല്ലായിടത്തും എല്ലാ വോട്ടർമാരും അത്യന്തം എന്താ പറയാ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രതികരിക്കുന്ന ആണ്. അതൊന്നും നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ ഇത്തവണത്തെ രാഷ്ട്രീയം, ഇത്തവണ വോട്ടിംഗ് നടക്കുക രാഷ്ട്രീയ അടിസ്ഥാനത്തിലായിരിക്കും. BJP മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളുണ്ട്. അതായത് BJP ഉയർത്തിവിടുന്ന ദേശീയതയും അതുപോലെ തന്നെ BJP ഉയർത്തിവിടുന്ന വികസന മുദ്രാവാക്യങ്ങളും 2025 അല്ലെങ്കിൽ 2030 അല്ലെങ്കിൽ 2035 ഇന്ത്യ വികസിത രാജ്യങ്ങളുടെ നിരയിലേക്ക് ഉയരും. നമ്മൾ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇപ്പോൾ, അധികം വൈകാതെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ BJP ഉയർത്തിവിടുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദുത്വ വികാരങ്ങളും ഉയർത്തിവിടുമ്പോൾ, രാമക്ഷേത്രം അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തിവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ BJPക്ക് സാധ്യത കൂടുതലുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കരുതുന്നുണ്ട്. കേരളത്തിൽ ഒരൊറ്റ പോയിന്റ് കൂടി, കേരളത്തിൽ സ്വാഭാവികമായിട്ടും UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രാഷ്ട്രീയമായിട്ട് LDF പ്രതിസന്ധിയിലാണ്, പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിലും ഇല്ല സംശയം. അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ, അതായത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്ത് പല രീതിയിലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ യാതനകൾ അനുഭവിക്കുന്ന ഒരു സമൂഹം, അതിനപ്പുറത്ത് നിന്നുകൊണ്ട് LDF ഉയർത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഫാസിസ്റ്റ് വിരുദ്ധ വികാരം, അതുപോലെ തന്നെ ഹിന്ദുത്വ വിരുദ്ധ ശക്തി, ഞങ്ങളാണ് RSS-നെ തടയാൻ ഏറ്റവും കരുത്തുള്ളവർ തുടങ്ങി അവരുയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അതേപടി അംഗീകരിച്ച് ഭരണവിരുദ്ധ വികാരവും ഭരണ പരാജയവും എല്ലാം മറന്ന് അവരുയർത്തുന്ന ഇത്തരം ഫാസിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യത്തിൽ മാത്രം മുൻതൂക്കം കൊടുത്ത് വോട്ട് ചെയ്യുമോ? ശരി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇടപെട്ടോട്ടെ, സമയക്കുറവുണ്ട് സാർ, ദയവായി. വസന്ത്, ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം താങ്കൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ 2019 കോൺഗ്രസിനെ സഹായിച്ച ഘടകങ്ങളൊന്നുമില്ല നിലവിൽ. ശബരിമലയില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം 2019 പോലെ ഇല്ല, പ്രധാനമന്ത്രിയാകാം രാഹുൽ ഗാന്ധി ആകുമെന്ന് കോൺഗ്രസ് പോലും പറയുന്നില്ല. ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം 19 അല്ലെങ്കിൽ 20 2020 അടിക്കാൻ സാധിക്കുമോ UDF-ന്? ശ്രീ രഞ്ജിത്ത്, ഞാൻ വിശ്വസിക്കുന്നത് അതിനേക്കാൾ വലിയ വികാരമാണ് ഈ ആന്റി ഇൻകംബൻസി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം പട്ടിണി മാറിയാൽ മാത്രമാണ് പിന്നീട് നമുക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗിനെ പറ്റി ചിന്തിക്കാൻ പറ്റുക. ദുരിതത്തിലാണെന്ന് ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ. അവർക്ക് സപ്ലൈകോയില്, റേഷൻ കടയിൽ സാധനങ്ങൾ കിട്ടുന്നില്ല. 450 രൂപയോ ഒരു കിലോ വെളുത്തുള്ളിയുടെ വില. അങ്ങ് സാധനങ്ങൾ മേടിക്കുന്ന ആളല്ലേ? തക്കാളിയുടെ വില അവിടെ പോയി നിൽക്കുന്നു. ഈ വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ വേണ്ടി 2000 കോടി രൂപ
കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് ആ പണം എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട്. വയനാട്ടിലേക്ക് നോക്കൂ, 48 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ. ഈ ബഡ്ജറ്റിൽ 26 കോടി രൂപ മാറ്റിവെച്ചാണ് സംസ്ഥാനം വന്യജീവികളെ നിയന്ത്രിക്കാൻ വേണ്ടി. എത്ര ആനകളാണ് റോഡിൽ ഇറങ്ങുന്നത്, എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. സമസ്ത മേഖലയിലും ആന്റി ഇൻകൺവെൻസി വളരെ കൃത്യമായുണ്ട്. GR അനിലിന്റെ ഭാര്യ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പറഞ്ഞ എന്താണ്, മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അദ്ദേഹത്തിന്റെ കൈയൊടിഞ്ഞെന്നാണ് പറഞ്ഞത്. അങ്ങനെ കൈയൊടിഞ്ഞ CPI സ്ഥാനാർത്ഥികൾക്ക് ഈ പ്രാവശ്യം ജനം വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വളരെ തെറ്റാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന്റെ പ്രഭാവം ചെറുതല്ല, പക്ഷെ അതിനേക്കാൾ ശബരിമല എന്ന് പറയുന്ന ആ വിശ്വാസത്തിന്റെ പവർ അത് ചെറുതല്ല, പക്ഷെ അതിനേക്കാൾ വലുതാണ് പട്ടിണിയും അലയുന്ന ജനത്തിന്റെ വിഷമം. അത് വളരെ കൃത്യമാകും. നേരത്തെ ശ്രീ MJ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ജനം, പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ടർമാർ വളരെ കൃത്യമായി വളരെ മെച്യൂറായി വോട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ 1-2 പഞ്ചായത്ത് സീറ്റുകളിൽ അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യാതെ സംസ്ഥാന സർക്കാരിനോട് ഒരു പണി കൊടുത്തേക്കാം എന്ന് വെച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവിടുത്തെ പ്രാദേശിക വോട്ടുണ്ടായത്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി വോട്ട് ചെയ്താൽ സംസ്ഥാന സർക്കാരിന് കൂടിയുള്ള ഒരു തിരിച്ചടിയാകും, ഒരു വാർണിംഗ് ആകും എന്ന് ഇവിടുത്തെ ജനത്തിന് ബോധ്യമുണ്ട്. അത് വോട്ടായി മാറും വളരെ കൃത്യമായി. ഇവരിനി എന്തൊക്കെ കാണിച്ചെങ്കിൽ എന്ന് പറഞ്ഞാലും മന്ത്രിമാരല്ല, മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി മത്സരിച്ചാലും ഞങ്ങൾ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യണം. കേരളത്തിലെ 20 സീറ്റിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹം മത്സരിച്ചോട്ടെ. 1000 അല്ല 10,000 അല്ല 1 ലക്ഷം വോട്ടിന് പിറകിൽ പോയി പിണറായി വിജയനെ അടക്കം തോൽപ്പിക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ, ഫുൾ കോൺഫിഡൻസ്. ശരി, എന്തായാലും മുഖ്യമന്ത്രി മത്സരിക്കുന്നില്ല, പക്ഷേ ഏതാണ്ട് അതിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ KK ശൈലജ മത്സരിക്കുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, അതാണ് വെല്ലുവിളി വസന്തന്റെ. അല്ല, ആയിക്കോട്ടെ. പിന്നെ ഞാൻ ഇപ്പൊ നമ്മളെ ഇത് സമയം തീർന്നല്ലോ, അതുകൊണ്ട് പറയാണ് രഞ്ജിത്തെ, ഈ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 20 സീറ്റുകളിൽ 18 UDF-ന് 2 LDF എന്നാണുള്ള നില. പിന്നെ എന്താണ്? അതെ, ഇപ്പൊ 18 ഞാൻ പറഞ്ഞു, ഇപ്പൊ 18 അത് അവിടെ നിന്നാണല്ലോ അനലൈസ് ചെയ്യേണ്ടത്. അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇലക്ഷന്റെ തുടക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ തുടക്കത്തിൽ നിന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, എന്റെ അഭിപ്രായം പറയുന്ന കേട്ടോ ചർച്ചയിൽ, എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ തന്നെ ഫസ്റ്റ് ലാപ്പ് തുടങ്ങിയിട്ടില്ലെങ്കിലും നമ്മളിപ്പോ ഈ അസസ്മെന്റ് ലാപ്പിൽ തന്നെ നോക്കുമ്പോൾ ഏതാണ്ടൊരു 10-നടുത്ത് സീറ്റുകളിൽ LDF-ന് ജയിക്കാൻ കഴിയുന്ന സ്ഥിതി ഇപ്പൊ തന്നെ ഉണ്ട്. 10-നടുത്ത് സീറ്റുകളിൽ എന്നേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അതിന്റെ വ്യക്തമായ കണക്കും അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ അതിപ്പോ പറയേണ്ട സമയമില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ സ്ഥിതിയാണ് ഇപ്പോ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറഞ്ഞേക്കാം. 5 എണ്ണം. പിന്നെ കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വടകര, ആലത്തൂർ, 5 എണ്ണം. അത്ര ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ഈ സീറ്റുകൾ പരിശോധിച്ചോളൂ, അതിന് ഡീറ്റെയിൽസ് എന്തെങ്കിലും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതാണ് ഇപ്പൊ ഫസ്റ്റ് ലാപ്പിൽ ഉള്ള ഒരു അസസ്മെന്റ്. അതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ശരി സാർ. ശ്രീ കൃഷ്ണദാസ്, 10 സീറ്റ് LDF-ന് ഉറപ്പിച്ചിരിക്കുകയാണ് ജയചന്ദ്രൻ. BJP-ക്ക് അങ്ങനെ ഉറപ്പിക്കാൻ സീറ്റുകൾ ഉണ്ടോ കേരളത്തിൽ? BJP-ക്ക് ഉറപ്പിക്കാൻ സീറ്റുകൾ ഉണ്ടോ എന്നുള്ളത് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന 6 പ്രധാനപ്പെട്ട സീറ്റുകൾ, ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്ന സീറ്റുകൾ, അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന വോട്ട് വർധനയാണെങ്കിലും ആ സ്ഥലത്ത് BJP എടുക്കുന്ന രാഷ്ട്രീയ നയവും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളും അത് കൃത്യമായി നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ട് പരമാവധി വോട്ടുകൾ ശേഖരിക്കുക, ഇനി വരാൻ പോകുന്ന സർക്കാരിനും അനുകൂലമായി പരമാവധി ജനപങ്കാളിത്തം ഉറപ്പിക്കുക, വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിപ്പിക്കുക, ജയിക്കുന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് BJP സംബന്ധിച്ച്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുള്ളപ്പോൾ പോലും അതിനെ മറികടന്നുകൊണ്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് എത്ര വേണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതിലേക്ക് എത്തുക എന്നുള്ളതാണ് BJP-യുടെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം. ഞങ്ങൾ അതിലേക്ക് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ ഈ തവണ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വരാൻ പോകുന്ന സർക്കാരിന്റെ, ശ്രീ ജോർജ് സാർ സൂചിപ്പിച്ചതാണ്, വരാൻ പോകുന്ന സർക്കാർ ഏതായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു സുവ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെന്നേ. അതിലിപ്പോ LDF, UDF-നെ സംബന്ധിച്ച് അവരുടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് കിട്ടുന്ന സീറ്റുകൾ കൂടിയാലും കുറഞ്ഞാലും അത് ഞങ്ങൾക്കെതിരാണല്ലോ, BJP-ക്കെതിരാണ് ആ സീറ്റുകൾ. അത് കേരളത്തിൽ നിന്ന് എത്ര പോകുന്ന സീറ്റുകളും LDF-ഉം UDF-ഉം ഒരുമിച്ച് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മറ്റൊരാളെ അവർ പിന്തുണക്കാൻ പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് വരാൻ പോകുന്ന ഒരു ദേശീയ ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ BJP-ക്കുള്ള പ്രാധാന്യം എന്തായിരിക്കും എന്നുള്ളതും BJP ലീഡ് ചെയ്യാൻ പോകുന്ന ഗവൺമെന്റിൽ
കേരളത്തിൽ നിന്ന് പ്രതിനിധി ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വികസനത്തിന്റെ പിന്നോട്ടുള്ള വലിവ് എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും ശരി അതിന്റെ ശ്രദ്ധക്കുറവിനെ സംബന്ധിച്ചും ജനങ്ങൾക്ക് ധാരണയുണ്ട്. ശരി. നിരന്തരമായി ഗവൺമെന്റ് എന്താ പറയുന്നത്? കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ ഇതിനെ പോയി സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പണം തരുന്നില്ല എന്ന് പറയുന്ന കള്ളക്കണക്ക് പറയുന്ന ശരി. ഗവൺമെന്റ് കേരളത്തിലുള്ള ശരി. പ്രധാനപ്പെട്ട കാരണം. സാർ സാർ സമയക്കുറവുണ്ട് സാർ. നന്ദി ശ്രീ വസന്ത് തെങ്ങുപള്ളി, ഒപ്പം ശ്രീ ജയചന്ദ്രൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. മുന്നണികൾ അവസാനവട്ട ഒരുക്കത്തിലാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്ത്. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.